വയനാട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണം അറസ്റ്റിലായ പ്രതിയുടെ പിതാവായ കൊപ്പം പഞ്ചായത്ത് CPM മെമ്പർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസിനെ മറികടന്ന് പഞ്ചായത്തിലേക്ക് ഇരച്ചുകയറിയ പ്രവർത്തകർ പ്രസിഡന്റിന്റെ ഓഫീസിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഓഫീസിനകത്ത് കയറിയ പ്രവർത്തകരെ പുറത്താക്കാൻ പോലീസ് ലാത്തി വീശി. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മുഖ്യപ്രതികളിൽ ഒരാളായ അഖിൽ കൊപ്പം ഗ്രാമപഞ്ചായത്ത് CPM അംഗം വേലായുധന്റെ മകനാണ്. വേലായുധൻ പഞ്ചായത്ത് മെമ്പർ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് പട്ടാമ്പി നിയോജകമണ്ഡലം കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. പോലീസിനെ മറികടന്ന് പഞ്ചായത്തിലേക്ക് ഇരച്ചുകയറിയ പ്രവർത്തകർ പ്രസിഡന്റിന്റെ ഓഫീസിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഇത് സംഘർഷാവസ്ഥയും സൃഷ്ടിച്ചു. സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് ജയശങ്കർ കൊട്ടാരത്തിൽ അധ്യക്ഷനായി. നേതാക്കളായി M രാധാകൃഷ്ണൻ, ഷാഫി കാരക്കാട്, MC മോസിൻ, ജമാൽ മപ്പാട്ടുകര, അനിൽ പുലാശ്ശേരി, TK ഷുക്കൂർ, കുട്ടാപ്പു എടപ്പലത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ഞാൻ പറയുന്നു, വെറും പൂക്കോട്ട് ഒരു വെറ്റിനറി സർവകലാശാലയ്ക്ക് നടക്കുമ്പോഴല്ല, പട്ടാമ്പിയിൽ പോലും എല്ലാ കോളേജുകളിലും ഇതുപോലെ ഇടിമുറികളുണ്ട്. ഇതുപോലെ പാവപ്പെട്ട വിദ്യാർത്ഥികളെ ഇനിയുള്ള നമ്മുടെ പോരാട്ടം ആ ഇടിമുറികളൊക്കെ ക്ലാസ് മുറികളാക്കാനുള്ള ഒരു പോരാട്ടവുമായി മുന്നോട്ട് പോകണം. നമുക്ക് ഇതിനെതിരെ ശബ്ദമുയർത്തണം. കേരളത്തിന്റെ സർവകലാശാലകളിൽ, കോളേജുകളിലെല്ലാം SFIയുടെ ക്രിമിനൽ ആക്ടിവിറ്റീസ് മാത്രമാണ് നടക്കുന്നത്. അതിനുള്ള പോരാട്ടം നമുക്ക് നടക്കണം. ആ പൊന്നുമോന് സിദ്ധാർത്ഥിന് നീതി കിട്ടും വരെയുള്ള പോരാട്ടം ഇന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ 250 സ്ഥലത്തും പ്രതിഷേധം നടക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.